ഉറ്റ തോഴി വിനീത അവളോട് കാതിൽ മന്ത്രിച്ചു പറഞ്ഞു. അവനോട് നിൽപ്പുണ്ടാ നരേന്ദ്രൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഈ ചന്ദ്രഗിരി കോളേജിനെ രക്ഷിക്കാൻ ഒരു ദൈവദൂതൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. നീതിബോധമില്ലാത്ത പിശാചുകൾക്ക് ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് അഴിമതി പണം ലഭിക്കും. അതുകൊണ്ട് ആരാടി നടക്കുന്ന അവരുടെ മക്കൾക്ക് എന്തും ചെയ്യാം. കഷ്ടപ്പെട്ടും പണം കടമെടുത്ത് പഠിക്കുന്ന നമുക്ക് മാത്രമാണ് അതിന്റെ നഷ്ടം. അതുകൊണ്ട് തന്നെ ഈ കോളേജിന് ശാപമായി തീർന്നിരിക്കുന്ന ആ നിൽക്കുന്ന കാമായകനോട് ഞാൻ പറയുന്നു, ഇല്ല നടക്കില്ല, ഇല്ല നടക്കില്ല. നിന്റെ കുന്തലവി കുഞ്ഞെ വിദ്യാലയ പുസ്തകം നാശമേ നിന്നെ തകർത്തു ധരിപ്പണമാക്കുന്ന പെൺകരുത്താണെന്ന് ഓർത്തു വെച്ചോ. ഇല്ല നടക്കില്ല, ഇല്ല നടക്കില്ല. നിന്റെ കുന്തലവി കുഞ്ഞെ വിദ്യാലയ പുസ്തകം നാശമേ നിന്നെ തകർത്തു ധരിപ്പണമാക്കുന്ന പെൺകരുത്താണെന്ന് ഓർത്തു വെച്ചോ. പഞ്ചാബ് ഹാഷിഷ് ഫെറോയിൻ തടയാൻ പറ്റോടി നിനക്ക്? നീയപ്പോ കൂടി നർക്കോട്ടിക്സിനെ വിളിച്ചു വരുത്തിയില്ലേ? എന്നിട്ട് എന്തായി? നരേന്ദ്രനെ ഇടിച്ചു പിടിച്ച് ജ്യൂസാക്കി വെളിച്ചു കുടിച്ചോ? അമ്മായിച്ച മരുമോനെ കാണാൻ വന്ന പോലെ കണ്ടിട്ട് പോയത് കണ്ടില്ലേ? അതാ നരേന്ദ്രൻ. മര്യാദക്കായി നിനക്ക് കൊള്ളാം എന്റെ മാതരപ്പടയിൽ അയാൾ ഒരു പറ്റി കയറി പാലും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമരം വിജയകരമായതിന്റെ പ്രതിഫലമാണ് നാം ഇപ്പോൾ കണ്ടത്. നമ്മൾ ഇനിയും പാടും. മറ്റു ചിലർ ഹോസ്റ്റലിൽ നിന്ന്, രാധികയും വിനീതയും അനാഥ മന്ദിരത്തിൽ നിന്ന്. അഴയ അവിടെ വരുന്നിട്ട് തുടങ്ങാം. ഒരു പച്ച ആൺകുട്ടികൾ അവരുടെ മുൻപിലേക്ക് എടുത്തു നിന്നു. കാര്യം എന്തെന്നറിയാതെ പകച്ചു നൽകുകയാണ് രാധികയും വിനീതയും. മനസ്സിലായോടെ? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. നേരെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക്. സാറേ, വാട്സാപ്പിൽ എന്റെ അശ്ലീല ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവനാ, ആ നരേന്ദ്രൻ. എന്നെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും അവനെ ഇവിടുന്ന് പുറത്താക്കണം സാറേ. രാധികെ, നരേന്ദ്രന്റെ അച്ഛൻ ഭരണകക്ഷി സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാ. എനിക്ക് റിട്ടയർ ചെയ്യാൻ ഈ ഒരു വർഷം കൂടി ഉള്ളൂ. മനഃപൂർവ്വം വല്ല അഴിമതി കേസിൽ കുടുങ്ങിയ പെൻഷൻ പോലും കിട്ടില്ല മോളെ. അവരൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തിയെന്ന് വിചാരിച്ചിരിക്കാം അവരുടെ മാതാപിതാക്കൾ. രാധികെ, ISROയിലെ തമ്പിനാരായണന്റെ ഗതി എനിക്ക് വരുന്നത് നിനക്ക് കാണണമല്ലേ? രാധിക ചെല്ല്, തൽക്കാലം ഒരു നടപടിയുമില്ല. മധ്യാഹ്നവേളകൾ സമരോജ്വലം വീണ്ടും കടന്നു പോയേഴു ദിനങ്ങൾ. പ്രിൻസിപ്പാൾ ഓഫീസ് റൂമിലെത്തി. ഹലോ, പ്രിൻസിപ്പാൾ ചന്ദ്രഗിരി കോളേജ്. ഓഹോ സിസ്റ്റർ ഹസീന, കുറെ നാളായി വിളിച്ചിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ആക്സിഡന്റോ? രാധികയ്ക്കോ? ദാ ഞാൻ എത്തിക്കഴിഞ്ഞു. ഹോസ്പിറ്റലിന് മുൻപിൽ കാറിൽ നിന്നിറങ്ങുന്ന പ്രിൻസിപ്പാൾ. അത് കുറച്ചു നേരം മുമ്പ് ഒരു കുട്ടി ആക്സിഡന്റ്
രക്തപ്പാടുകൾ വീണ അവളുടെ അതരങ്ങൾ ചലിക്കാൻ തുടങ്ങി. സാറേ, ഞാൻ ഞാൻ മരിച്ചു പോവോ? മരിച്ച എന്നെ ക്യാമ്പസിൽ അടയ്ക്കാൻ മതി. പിന്നിൽ നിന്നും നഴ്സിന്റെ ശബ്ദം. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണേ, രാധികയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പോവാം. മണിക്കൂറുകൾ കഴിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങുന്നു ഡോക്ടർ സോമസുന്ദരം. അതെ, ഈ ചന്ദ്രഗിരി കോളേജിന്റെ പ്രിൻസിപ്പാൾ ഞാനാ സാറേ. രാധികയ്ക്ക് എങ്ങനെയുണ്ട്? തലച്ചോറിന് ക്ഷതമേറ്റിരുന്നു. കഴിയാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു നോക്കി. സോറി, രാധിക പോയി. സാറേ, ഹോസ്പിറ്റൽ മുമ്പിൽ ജീവശവമായി നിൽക്കുന്ന പ്രിൻസിപ്പാൾ. കൺപീലി വെള്ളേ നനഞ്ഞു വീണോരം കണ്ണീർ തടാകങ്ങളായി മാറി. പിറ്റേന്ന് രാവിലെ 10 മണിയോടെ രാധികയുടെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രനും കൂട്ടുകാരും. പെട്ടെന്ന് ജനക്കൂട്ടത്തെ പകർന്നു മാറ്റി വിനീത അവരുടെ മുമ്പിലേക്ക് എത്തി. വേണ്ട, വേണ്ട, നീ അവളെ എടുക്കണ്ട. ഞങ്ങളുടെ ജീവനാണ് കിടക്കുന്നത്. കൊത്തിയെടുത്ത് അത്തിമരത്തിന്റെ ചോട്ടിൽ കുഴിച്ചിടുമെന്ന് പറഞ്ഞവരാ നീ. നീ രാജകുമാരയാ. കൊത്തിയെന്ന് നീ എന്ന് ആര് കണ്ടു? നോക്ക്, നീ നോക്ക്. അത്തിമരത്തിന്റെ ചുവട്ടിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഷാജഹാൻ മുംതാസിന് തീർത്തതിനേക്കാൾ വിലമതിക്കുന്ന ശവകുടീരം ഞങ്ങൾ അവർക്കായി ഒരുക്കി കഴിഞ്ഞു. അർദ്ധരാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. മരണസമയത്ത് നിറകണ്ണുകളോടെ സിസ്റ്റർ ജസീന. പ്രിയമുള്ളവരെ, ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ സങ്കടം കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു പോകുന്നു. 19 വർഷം മുമ്പ് എന്റെ അനാഥാലയത്തിന്റെ വരാന്തയിൽ ആരോ ഉപേക്ഷിച്ചു പോയ ഒരു കുഞ്ഞിനെ ഈ കൈകൊണ്ടാ ഞാൻ എടുത്ത് വളർത്തിയത്. താങ്ങാനാവാത്ത സങ്കടം എനിക്കുണ്ട്. എങ്കിലും ഞാൻ സമാധാനിക്കുന്നു. ഒരു വലിയ സാമൂഹ്യ തിന്മയ്ക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പൊരുതിക്കൊണ്ടാണ് എന്റെ വളർത്തുപുത്രി യാത്രയാക്കുന്നത്. പെട്ടെന്ന് പോലീസ് ജീപ്പ് വന്നു. ചന്ദ്രഗിരി കോളേജിന്റെ ക്യാമ്പസിലേക്ക് നുഴഞ്ഞു കയറി. പോലീസ് ജീപ്പിൽ നിന്നും പുറത്തിറങ്ങുന്നു ഡിവൈഎസ്പി ഹരി മേനോൻ. അയാൾ നരേന്ദ്രന് നേരെ ചെന്നു. നരേന്ദ്രന്റെ കയ്യിൽ പിടിമുറുക്കി. മിസ്റ്റർ നരേന്ദ്രൻ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ കാര്യം? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? അയാൾ പേഴ്സിൽ നിന്നും ഒരു സിം കാർഡ് പുറത്തെടുത്തു. വണ്ടി ഇടിച്ച സ്ഥലത്തു നിന്നും തകർന്ന മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച സിം കാർഡ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിന്റെ പേരിലാ, നരേന്ദ്രന്റെ പേരിൽ. ട്രാഫിക് സ്പീഡ് കൺട്രോൾ ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യം നരേന്ദ്രന് നേരെ അയാൾ കാണിച്ചു. രാധികയെ നരേന്ദ്രൻ പിന്നിൽ നിന്നും വണ്ടി ഇടിച്ചിടുന്ന ആ ദൃശ്യം. നരേന്ദ്രനെയും കൊണ്ട് പോലീസ് ജീപ്പ് പാഞ്ഞു. രാധികയുടെ മൃതദേഹത്തിന് മുൻപിൽ കത്തി നിന്നിരുന്ന 1000 മെഴുകുതിരികളിൽ നിന്ന് ഒരു ദീപശിഖ ഉയർത്തി രാധിക മുൻപിൽ നടന്നു. പിന്നിൽ ഒരു ക്യാമ്പസ് മുഴുവൻ